السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. പാപക്കറയുമായി നടക്കും ഞാനേ, ഒരു നാൾ പൂതി വച്ചൻ മുത്തിനെ കാണാൻ. ഉടനെ എനിക്ക് നീ ഏകണം അല്ലാ, ആ തിരുസവീതത്തിൽ അണയാനായി. ഓരോ ദിനവും ഞാൻ ഉറങ്ങാൻ നേരം മുത്തിനെ ഓർത്തോർത്ത് കരയുകയാ. ഒരു പാടമലൊന്നും ഇല്ല എന്നാലും പതിവായി ഞാൻ ചൊല്ലും സ്വലാത്തുണ്ടല്ലോ. പതിവായി ഞാൻ ചൊല്ലും സ്വലാത്തുണ്ടല്ലോ. പതിവായി ഞാൻ ചൊല്ലും സ്വലാത്തുണ്ടല്ലോ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മയൊക്കെ അവൻ്റെ ആശയങ്ങളെ ഇഷ്ടം വെക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബിൻ്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹബീബിനെ കൺകുളിർക്ക് കാണുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഹബീബിനെ കണ്ട ആളുകൾക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബിനോട് മഹബത്ത് വെച്ച് അവസാന സമയം ഹബീബിൻ്റെ പൂമുഖം കണ്ടുകൊണ്ട് കണ്ണടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ ഹബീബിൻ്റെ മണ്ണിൽ കാലുകുത്താൻ കഴിയാത്ത ആളുകൾക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഹബീബിൻ്റെ മണ്ണിൽ, ആ ത്വയ്ബ മണ്ണിൽ കാലുകുത്താനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ്, ഖുദ് ബിയദി ഖല്ലത് ഖൈലതി അദ്രിക്നാ യാ റസൂലല്ലാഹ്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ലബ്ബൈക വസഅദൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കൊക്കെ ഹബീബിൻ്റെ മദദ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബിൻ്റെ മേലിൽ ധാരാളം ഊണിലും ഉറക്കിലും ശ്വാസത്തിലും രക്തസഞ്ചാരത്തിലും ഹബീബിൻ്റെ നൂറ് പ്രവേശിച്ചുകൊണ്ട് ഹബീബിൻ്റെ സ്വലാത്തിനായി കൊണ്ട് സ്വലാത്തിൻ്റെ ഖാദിമായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്വലാത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് എന്നുള്ള മഹത്തായ ഒരു ലക്ഷ്യത്തിലാണ് നമ്മളിപ്പോൾ
ദിവസങ്ങളോളായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ലാസ് ദിവസങ്ങളോളായിട്ട് മുടങ്ങിയിരിക്കുന്നു. 10 ദിവസത്തോളായിട്ട് മുടങ്ങിക്കിടക്കായിരുന്നു. ഒരു ചെറിയ അസ്വസ്ഥതകൾ വന്ന് കാരണം കൊണ്ടായിരുന്നു ഇത്ര നീണ്ടുപോയത്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ക്ലാസ് എന്നുള്ള തോതിൽ നടന്നു പോയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊന്നും ക്ലാസ് നടന്നിട്ടില്ല. എന്തോ ഒരു പ്രയാസം കൊണ്ട് നീണ്ടുപോയതാണ്. അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോട് ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ ഇത് ഹബീബിന് പറയാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഈ കേൾക്കുന്ന നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യുക. നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സ്വലാത്ത് കൊണ്ട് ഏത് കാര്യത്തിനും സ്വലാത്ത് മതി എന്നുള്ളതാണ്. അതുപോലെ സ്വലാത്തിനെ ധാരാളം അധികരിച്ച് ചൊല്ലേണ്ട മാസങ്ങളിലൂടെയാണ് ഇനി വരാൻ പോകുന്ന മാസങ്ങൾ. ഹബീബുമായി കൂടുതൽ അടുക്കേണ്ട മാസങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് കാരണം എന്നുള്ളത്. റംളാൻ അടുക്കുകയാണ്. അപ്പോൾ റംളാൻ അടുക്കുന്നതോടുകൂടെ സ്വലാത്തിനെയും അധികരിപ്പിക്കേണ്ട ഒരു മാസങ്ങളാണ് എന്നുള്ളതാണ്. നമ്മൾ ഏതൊരാവശ്യവും സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സ്വലാത്ത് കൊണ്ട് എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അഥവാ നമ്മുടെ മഹത്തായ ലക്ഷ്യം എന്നത് ആഖിറ വിജയിക്കുക എന്നുള്ളതാണ്. ആഖിറ വിജയിക്കാൻ ഏറ്റവും ഉതകുന്ന ഇതുപോലൊരു അമല് മറ്റൊന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നേയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നുവല്ലോ. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, അക്സിറു സ്വലാത്ത അലാ നബിയിക്കും കുല്ല യൗമൽ ജുമുഅത്തി ഫഇന്നി അഷ്ഹദുഹാ മിൻകും ഫീ കുല്ലി ജുമുഅ. നിങ്ങൾ ഹബീബിൻ്റെ മേലിൽ, നിങ്ങളുടെ നബിയുടെ മേലിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ കൂടുതലായിട്ട് സ്വലാത്തിനെ ചൊല്ലുക. അതിന് ആ സ്വലാത്തുകൾക്ക് ഞാൻ സാക്ഷിയായിരിക്കും. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ഫഇന്ന അഹദകും ലാ യുസല്ലി അലയ്യ ഇല്ലാ ഉരിദത് അലയ്യ സ്വലാത്ത് ഹീന യഫ്റഹു മിൻഹ. ഒരാൾ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്തിനെ എനിക്ക് വെളിവാക്കപ്പെടും. ആ വെളിവാക്കപ്പെടുമ്പോൾ ഞാൻ അത് കാരണം സന്തോഷിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്വലാത്ത് കാരണം ഹബീബ് സന്തോഷിക്കുമെന്നുള്ളതാണ്. ഹബീബിനെ പോലെ മറ്റൊരാളെയും നമുക്ക് ലഭിക്കില്ല. കാരണം ആഖിറത്തിലാണെങ്കിലും ഹിസാബിലാണെങ്കിലും ജന്നത്തിലാണെങ്കിലും എവിടെയും ഹബീബിൻ്റെ മദത് നമുക്ക് ലഭിക്കണം. കാരണം ഹിസാബിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി വിഷമിക്കുക നമ്മുടെ ഹബീബായിരിക്കും. അപ്പം നമ്മൾ കാരണം ഒരിക്കലും ഹബീബിന് സങ്കടമാവരുത്. നമ്മളെ അതിരറ്റ് സ്നേഹിച്ച മറ്റൊരാളെ നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ട്, അത് ഖബർ വരെയുള്ളൂ. ഖബറിൽ നാം ചെയ്ത അമല് മാത്രമേ ഉള്ളൂ. മഹ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ മഹ്ശറിൽ നേരായ രീതിയിലല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് ശത്രുവായിരിക്കും, മക്കൾ മാതാപിതാക്കൾക്ക് ശത്രുവായിരിക്കും, കൂട്ടുകാരന് ശത്രുവായിരിക്കും, പരസ്പരം ശത്രുതയിലായിരിക്കും. ആ ഒരു അവസരത്തിൽ നേരായ മാർഗമല്ലെങ്കിൽ, എന്നാൽ നേരായ മാർഗമാണെങ്കിലോ അവിടെ ശുപാർശയുമുണ്ടാകും. ഒരാളുടെ ഹിസാബ് കഴിഞ്ഞാലേ മറ്റൊരാൾക്ക് ശുപാർശ ചെയ്യുള്ളൂ. സ്വന്തം കാര്യത്തിൽ അപ്പോഴും ടെൻഷനാണ്. അത് വിജയിച്ചാൽ മാത്രമേ മറ്റൊരാൾക്ക് അവസരം കൊടുക്കാൻ കഴിയുള്ളൂ. എന്നാലോ ഹബീബ് അതല്ല, നമ്മുടെ കാര്യത്തിലാണ് എപ്പോഴും വിഷമിച്ചിട്ടുള്ളത്. അവസാന സമയത്തും നമ്മെ ഓർത്താണ് സങ്കടപ്പെട്ടത്. ഹിസാബിൻ്റെ സമയത്തും മഹ്ശറിലും നമ്മെ ഓർത്താണ് നമ്മുടെ ഹബീബ് വിഷമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം. നമ്മോട് ആവശ്യപ്പെട്ട ഒരു കാര്യവും അതാണ്. അതുപോലെ ഇനി വരാനിരിക്കുന്നത് റജബ് മാസമാണ്. ഈ റജബിൻ്റെ പ്രത്യേകത നമ്മൾ പല ആളുകളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും, അഥവാ നിസ്കാരം സമ്മാനിക്കപ്പെട്ട മാസം എന്നതാ. എന്നാൽ അതിലേറെ ഒരു പ്രത്യേകത എന്നുള്ളത് കഅബുൽ അഖ്ബാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മങ്കൂസ് മൗലിദിലെ 2ാമത്തെ ഹദീസ് ഉണ്ടല്ലോ, അതിൽ പറയുന്നത് എന്താ വെച്ചാൽ അല്ലാഹു തആല ഹബീബിൻ്റെ
നൂറിനെ അബ്ദുല്ലാഹി റളിയല്ലാഹുവിലേക്ക് പ്രവേശിപ്പിച്ചു. റളിയല്ലാഹുവിൽ നിന്ന് ആമിന ബീവിയിലേക്ക് പ്രവേശിപ്പിച്ചത് അത് ഒരു വെള്ളിയാഴ്ച ദിവസം റജബ് മാസത്തിലായിരുന്നു എന്ന്. അപ്പം ആ ഒരു പ്രകാശം ആമിന ബീവിയിലേക്ക് പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആകാശ കവാടങ്ങളും സ്വർഗ കവാടങ്ങളും എല്ലാം തുറക്കപ്പെടുകയും ഹൂറിനീങ്ങളും ചെറിയ മക്കളും അഥവാ സ്വർഗത്തിലുള്ള മക്കളും എല്ലാവരും സന്തോഷിച്ചു എന്ന, നക്ഷത്രങ്ങൾ പ്രകാശിച്ചു എന്ന, ആകാശലോകത്തും ഭൂമിയിലും വിളിച്ചു പറഞ്ഞു അബ്ദുല്ലാഹിയിൽ നിന്ന് മനുഷ്യരുടെ മൊത്തത്തിലുള്ള നേതാവായ മുത്ത് ഹബീബിന്റെ ആ ഒരു പ്രകാശം ആമിന ബീവിയിലേക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയുകയും ഹബീബിന്റെ നൂറ് റളിയല്ലാഹുവിൽ നിന്ന് ആമിന ബീവിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, അത് സ്ഥിരമായിട്ടുണ്ട് എന്ന് വിളിച്ചു പറയപ്പെട്ടതായ സമയം അർശ് കിടിലം കൊണ്ടു, കുർസ് കിടിലം കൊണ്ടു, ആകാശലോകങ്ങൾ സന്തോഷിച്ചു, മലക്കുകൾ സന്തോഷിച്ചു, മലക്കുകൾ ഇസ്തിഗ്ഫാർ തേടി എന്നൊക്കെ രണ്ടാമത്തെ ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ റജബ് മാസത്തിന്റെ പ്രത്യേകതയിൽ ഈ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പൊ റജബ് മാസത്തില് നമ്മൾ സ്വലാത്ത് ദിനചര്യയായി സ്വീകരിച്ച ആളുകളാണ്. അപ്പൊ സ്വലാത്ത് ദിനചര്യയായി സ്വീകരിച്ച ആളുകൾ റജബില് ഖുർആൻ പാരായണം ചെയ്യും പോലെ, ഖുർആൻ എത്ര ഓതുന്നോ അതുപോലെ സ്വലാത്തിനെയും അധികരിപ്പിക്കുക. അത് ഹബീബിന്റെ നൂറ് പ്രവേശിച്ച മാസമാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് മറ്റും റജബ് റജബ് മാസത്തിലേക്ക് ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്വലാത്ത് ദിനചര്യയായിട്ട് സ്വീകരിക്കുക. സ്വലാത്തിനെ കൂടുതലായിട്ട് റജബ് മാസത്തിന് ഷഅബാൻ റമളാനിലൊക്കെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ എന്തിനാണ് നമ്മൾ കൂട്ടമായിട്ടും ഒറ്റയായിട്ടും സ്വലാത്തുകൾ ഇങ്ങനെ എണ്ണം വെക്കുന്നത്? അതെന്തിനാ വെച്ചാൽ കൂട്ടത്തെയാണ് റബ്ബ് ഇഷ്ടപ്പെടുന്നത് എന്നതാണ്. അഥവാ ഒരു ജമാഅത്തായിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ മഅ്മൂമിന് വരുന്ന അപാകതകൾ ഇമാമ് വഹിക്കപ്പെടും എന്നുള്ളതാണ്. അതാ ലീഡർഷിപ്പിന് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കും, മറ്റുള്ളവരത് കൂടി പരിഗണിച്ചിട്ട് അത് മൊത്തത്തിൽ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണെങ്കിലും കുറേ ചൊല്ലുമ്പോൾ അതിലേക്ക് ഈ ഒന്ന് ചേരുമ്പോൾ ഈ എത്രയാണോ ഉള്ളത് അത്രക്ക് തന്നെ ഈ ഒന്ന് ചൊല്ലിയ ആൾക്കും ശ്രേഷ്ഠത ഉണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം നമ്മൾ ജമാഅത്തായിട്ട് കൂട്ടമായിട്ടും ഒറ്റയായിട്ടും ഒക്കെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ആ സ്വലാത്തെ നമുക്ക് മിച്ചമുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. നബിക്കുള്ള രക്തം കൊമ്പ് വെച്ചെടുക്കുന്നതായി അത് മൂടുവാൻ ഇബ്നു സുബൈറോടാജ്ഞയായി താൻ കൊണ്ടുപോയത് മുഴുവനും കുടിക്കുന്നതായി നീ എന്ത് ചെയ്തു നബി ചോദിക്കലായി. നബിക്കുള്ള രക്തത്തോട് നരകമൊരിക്കലും അടുക്കുന്നതല്ലെന്നുണ്ട് വിവരം എന്നിലും. അതുകൊണ്ട് ഞാനൊരു തുള്ളിയും പോകാതെ എൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുന്നതായി മൂടാതെ ഉടൻ തന്നെ ശിരസിൽ മുസ്തഫ കൈവച്ചതായി തീ തൊടുകയില്ല നിന്നെ എന്നോട് ആജ്ഞയായി. ഇബ്നു സുബൈറ
ഇബ്നു സുബൈറത് കൊണ്ടു പടയിൽ സിംഹമാ, നിസ്കാര സമയം തൻ്റെ ഭയവും കഠിനമാ, സ്വലാത്തിലുണ്ടെനിക്കുള്ള കണ്ണ് കുളിർമയും എന്നുള്ള തിരുമൊഴിയിൽ വരും പൊരുൾ വേറെയും, അത് എൻ്റെ മേൽ അല്ലാഹു ജല്ല ജലാലു ചൊല്ലും സ്വലാത്തൊന്നാണ് പിന്നല്ലാഹു, കൂടാതെ എന്നേക്കുമൊരു നിർദ്ദേശമാ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഉലമാക്കളിൽ ചിറകുള്ള വ്യാഖ്യാനം ഇതാ, എന്നിബ്നു ഫുറാക്ക് വ്യക്തമായി പറയുന്നതാ, ഇതുപോലെ ഷിഫയിൽ ഉണ്ട് 39 കാണുന്നതാ നീ നോക്ക് 1-ാം ഭാഗമിൽ. സുഹൃത്തുക്കളെ, നമുക്കുള്ള നബിമേൽ നിത്യവും ചൊല്ലേണ്ടതാണ് സ്വലാത്ത് 300 എണ്ണവും എന്നുള്ളതാ ഖുതുബുൽ ബുലൂബിൽ വന്നത്. 500-ലാണ് അബുൽ ഹസൻ നിൽക്കുന്നത്. നമ്മോട് കൃപയും കരുണയും നബിക്കില്ലയോ, ഹിദായത്തിൽ അതിരറ്റ കൊതിയും ഇല്ലയോ, നാം ബുദ്ധിമുട്ടൊന്നറിഞ്ഞാൽ ക്ലേശമാ, ഇവയൊക്കെയെ ഖുർആൻ തന്നെ തൗബയുടന്ത്യമാ, നബിയുണ്ട് എങ്കിൽ അത് അമാനത്തല്ലയോ, ഇല്ലെങ്കിൽ ഇസ്തിഗ്ഫാറു മതി എന്നല്ലയോ, അൻഫാല് നോക്കിയതിൽ റബ്ബുണർത്തിയില്ലയോ, 33-ാം ആയത്തിൽ തന്നല്ലയോ. അപ്പോ നമ്മുടെ കാര്യത്തിൽ ഏറ്റവും നമ്മെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഹബീബ, എന്തിനെക്കാട്ടിലും. കാരണം ഹബീബിന് വേണമെങ്കിൽ മഹ്ശറിൽ എല്ലാ അമ്പിയാക്കളും ഒഴിവാക്കിയ സമയത്തും നമ്മെ കൈപിടിച്ചത് നമ്മുടെ ഹബീബ. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഹബീബിന് വേണമെങ്കിൽ ഹബീബിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടരാവാം. എന്നാലും ഹബീബ് ആ സമയം നമ്മോടൊപ്പം ഹിസാബിൻ്റെ സമയത്തും അമലുകൾ തൂക്കുന്ന സമയത്തും കിതാബുകൾ നൽകുമ്പോഴും സിറാത്ത് കടക്കുമ്പോഴും എല്ലാം നമ്മോടൊപ്പം നിന്നവരുണ്ടെങ്കിൽ അത് ഹബീബ് മാത്രമാണ്. മറ്റെല്ലാ അമ്പ്യാക്കളും കൈവിട്ട സമയത്തും നമ്മെ ഓർത്തത് നമ്മുടെ ഹബീബ. അവസാന സമയത്തും നമ്മെ ഓർത്തത് നമ്മുടെ ഹബീബ. മരണസമയത്ത് പോലും മരണത്തിൻ്റെ വേദന അറിയുമ്പോഴും എന്തൊരു വേദനയാണ് മലക്കവരെ, ഈ മരണത്തിന് എന്തൊരു വേദനയാണ് മലക്കവരെ എന്ന് പറയുമ്പോഴും ഹബീബേ, അങ്ങയുടെ റൂഹിന് വെണ്ണയിൽ നൂലിട്ട പോലെ പിടിക്കുകയാണ് ഹബീബേ എന്ന് പറയുമ്പോൾ, എന്നാൽ ഇതിനേക്കാൾ കഠിനമായ രീതിയിലാണ് ഉമ്മത്തിൻ്റെ റൂഹ് പിടിക്കുക എന്ന് പറയുമ്പോൾ ആ വേദന മുഴുവനും എനിക്ക് തന്നോളൂ, എൻ്റെ ഉമ്മത്തിന് പ്രയാസപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ ആ മുഴുവൻ വേദനയും എനിക്ക് തന്നോളൂ എന്ന് പറയുമ്പോൾ മലക്കവര് പറയും, ഓരോരുത്തരും ആ മരണവേദന അറിയും, ആ അവസാന സമയം മരണവേദന അറിയും എന്ന്. ഓരോരുത്തരും അവരുടേതായ വേദന അറിയണം എന്ന് പറയുമ്പോൾ ആ മരണവേദന ലഘൂകരിക്കാനുള്ള മാർഗം ഹബീബാണ്. ആ മരിക്കുന്ന സമയത്ത് സ്വലാത്ത് ദായിമാക്കിയ ഒരാളാണെങ്കിൽ മലക്കവര് റൂഹിനെ പിടിക്കാൻ വരുമ്പോൾ ഹബീബിനോട് ചെന്ന് പറയും, ഇന്നാലിന്ന ആളാ പിടിക്കാൻ, ദിനവും സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണ്, അവരെ റൂഹിനെയാണ് പിടിക്കാൻ പോണത്
എന്ന് പറയുമ്പോൾ ഹബീബ് നമ്മോടൊപ്പം വരും. ആ മലക്കവരുടെ കൂടെ ഹബീബ് വരും. ഹബീബിനെ കാണുമ്പോൾ നമ്മൾ ഹബീബിന്റെ പൂമുഖം കാണുമ്പോൾ ആ ഒരു ലദ്ദത്തിൽ നിൽക്കുമ്പോൾ റൂഹിനെ പിടിക്കുകയും മരണവേദന അറിയാതെ ഹബീബിന്റെ പൂമുഖം കണ്ടുകൊണ്ടാണ് കണ്ണടക്കുന്നത്. ഖബറിൽ ചെന്നാലോ അവിടെയും ഉണ്ടാകും ഹബീബ്. അപ്പോഴും ഹബീബിന്റെ മുഖത്തന്നെ. അപ്പൊ ഇതാരാണ് ചോദിക്കുമ്പോ ഇതെന്റെ ഹബീബാണെന്ന് മറുപടി പറയണം. അതിന് നമ്മുടെ ശ്വാസവും രക്തവും നമ്മുടെ പ്രവർത്തനങ്ങളും മുഴുവനും ഹബീബ്. എന്ത് പ്രയാസം, ഭൗതികമായ എന്ത് പ്രയാസമാണെങ്കിലും ഹബീബിനെ മറന്നുകൊണ്ടുള്ള ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞു പോവരുത്. മുഴുവൻ ചിന്തയും മുഴുവൻ പ്രവർത്തനവും ഹബീബ് എന്ന ചിന്തയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ഹബീബ് കൂടെ ഉണ്ടാകും. അത്തരം ആളുകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ഹബീബിൻ്റെ മഹബത്ത് മനസ്സിലും രക്തത്തിലും റൂഹിലും ശ്വാസത്തിലും അലിയുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, ആശയങ്ങളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. അതുപോലെ പലവിധത്തിലുള്ള രോഗികളുണ്ട്, പലവിധത്തിൽ രോഗങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഏത് വിധ രോഗമാണെങ്കിലും, ഭൗതികമായ രോഗമാണെങ്കിലും പൈശാചിക രോഗങ്ങളാണെങ്കിലും അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ സ്വലാത്തുകൾ ചെല്ലുന്ന പല ആളുകൾക്കും പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. എന്തുവിധ പ്രയാസങ്ങളാണെങ്കിലും ഹബീബിൻ്റെ മദത് കൊണ്ട് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. കണ്ണേറിനെ തൊട്ടും ഹസദിനെ തൊട്ടും റിയാഇനെ തൊട്ടും റബ്ബ് കാക്കുമാറാവട്ടെ. എല്ലാവിധ കണ്ണേറും ഹസദും ബാത്തിലാക്കുമാറാവട്ടെ. എല്ലാവിധ സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ടും ആയിനിങ്ങളുടെ ആയിനെ തൊട്ടും ഹാസിദീങ്ങളെ ഹസദിനെ തൊട്ടും മുഫ്സിദീങ്ങളെ ഫസാദിനെ തൊട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അത് ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാം ബാത്തിലാക്കുമാറാവട്ടെ. ഹബീബിനെ കൺകുളിർക്കെ കാണുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉറങ്ങുന്ന സമയത്ത് ഹബീബ് അന്നുകൊണ്ട് ഹബീബിൻ്റെ ആ പൂമുഖം കാണുന്നവരുടെ കൂട്ടത്തിൽ, ആശിഖീങ്ങളുടെ കൂട്ടത്തിൽ, മാദിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവരും ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, സ്വലാത്തിലേക്ക് ആളുകളെ അടുപ്പിക്കുകയും സ്വലാത്ത് ദിനചര്യയായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും സ്വലാത്തിനെ ദായിമാക്കുന്നവരാകുക, ഏതെങ്കിലും ഒരു സ്വലാത്തിനെ ദായിമാക്കുന്നവരാകുക. അതുപോലെ ഇതിന് സംവിധാനം ഒരുക്കുന്ന ഈ ഒരു ചാനൽ, ത്വയ്ബ മീഡിയ എന്നുള്ള ഈ ഒരു ചാനലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ഇതിലൊരംഗമായി തീരുകയും ചെയ്യുക. കാരണം ഭൗതികമായ ഒരു ലക്ഷ്യവും ഇതിനില്ല. ഹബീബിന് സേവനം ചെയ്യാന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇതുകൊണ്ടൊക്കെ ഉള്ളൂ. അല്ലാതെ ഭൗതികമായ ഒരു ലക്ഷ്യവും ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും ചേരാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവർ ചേർന്നുകൊണ്ട് ഇനി വരുന്ന ക്ലാസ്സുകൾ ആദ്യമേ കേൾക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.